ഇത് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോകുന്ന സംവിധാനം. ഈ നദിയിലെ വെള്ളം ഐസായി പോയി. അപ്പോൾ നമുക്ക് പൈപ്പിട്ടോ ഓസിട്ടോ മോട്ടർ അടിച്ചോ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പം അതിന് പകരം അവർ ഇതുപോലെ ബ്ലോക്കുകളാക്കിയിട്ട് കൊണ്ടുപോകും. 20 കിലോ ഉണ്ടത്. തണുപ്പ് കാലത്ത് ഫ്രീസായി പോയ നദിയുടെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ലെന നദി എന്ന് പറയും. നമ്മൾ സൈബീരിയയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതാണ് ഈ കാണുന്നത്. ഈ ഒരു നദി വിന്റർ സമയത്ത് ഐസായി പോകും. അങ്ങനെ നോക്കി ഫുള്ള് ഐസായിട്ടിരിക്കുകയാണ് ആ നദി. അപ്പോൾ നമുക്ക് കാറൊക്കെ ഓടിച്ച് വരാം. അപ്പോൾ ആ നദിയിൽ ഐസായ വെള്ളം ഇതുപോലെ മുറിച്ചെടുക്കുക. ഇത് കണ്ട ബ്ലോക്കുകളാക്കി ഇരിക്കണണ്ട, പീസാക്കി ഇങ്ങനെ വെച്ചേക്കാണ്. ഓരോ പീസും ഇതുപോലെ വണ്ടികളിൽ ആക്കി ഇവർ കൊണ്ടുപോകും. ഇത് കുടിക്കാനുള്ള വെള്ളമാണ്. ഇതൊക്കെ ആ ചേട്ടൻ ചെയ്യുന്നത് വേണ്ട. ഇവിടെ നിന്നൊക്കെ ഫുള്ള് ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വേണ്ട, ഓരോ ബ്ലോക്കുകളാക്കി ഇവർ വെട്ടിയെടുത്ത് ഓരോ സ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോകും. നമ്മുടെ നാട്ടിൽ കുപ്പിവെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുക്കണ പോലെ ഇവർ ഐസ് ബ്ലോക്കാണ് കൊണ്ടുപോയി കൊടുക്കണം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ചെങ്കല്ലൊക്കെ വെട്ടിയെടുക്കൂലേ വീടുണ്ടാക്കാനും മതിലുണ്ടാക്കാനൊക്കെ. അതേപോലെ തന്നെ ഇവർ നദിയിൽ ഐസായി പോയ ഈ ഒരു നദി ഇവിടെ വന്നിട്ട് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കൊണ്ടുപോകും. കണ്ട, അതിൻ്റെ പണിയാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം. കണ്ട, ഫുള്ള് നദിയായിപ്പോയി. ഇത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 10ാമത്തെ നദിയാണ് ലെന നദി എന്ന് പറഞ്ഞാൽ. അതാണ് ഈ ഫ്രീസായി ഇങ്ങനെ ഇരിക്കുന്നത്. എന്തൊക്കെ കാഴ്ചകളാണെന്നറിയാമോ? അടിപൊളി.